സർവേഷാം നമസ്കാര. വിഷ്ണുസഹസ്രനാമം പഠനം തത് കുർമഃ. വിഷ്ണുസഹസ്രനാമേ അദ്യ 43 ശ്ലോകം പഠാമः. 43 ശ്ലോകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. രാമ വിരാമ വിരത മാർഗ നേയ നയ അനയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മവിത്. അതൊരുമിച്ചാണ്. ധർമ്മവിത്ത് ഉത്തമ എന്നായാലും ധർമ്മവിദുത്തമ ഒറ്റപ്പതാണ്. ധർമ്മവിദുത്തമ. അപ്പൊ ഇവിടെ ആദ്യം നമുക്കത് പഠിക്കാം. രാമ എന്നുള്ളത് രാമോ എന്നാവും. വിരാമ എന്നുള്ളത് വിരാമോ എന്നാവും. വിരത എന്നുള്ളത് വിരതോ എന്നാവും. രാമോ വിരാമോ വിരതോ രാമോ വിരാമോ വിരതോ രാമോ വിരാമോ വിരതോ. പിന്നെയുള്ളതില് മാർഗ, അത് മാർഗോ എന്നാവും. നേയ എന്നുള്ളത് നേയോ എന്നാവും. നയ എന്നുള്ളത് നയോ എന്നാവും. അനയ അങ്ങനെയാണ് വരിക. അപ്പോ നയ അനയ കൂടി വരുന്ന സമയത്ത് നയ എന്നുള്ളത് നയോ നായല്ലോ. എന്നിട്ട് നയോ അനയ കൂടി വരുമ്പോൾ അനയ എന്നുള്ളതിന്റെ അകാരം ലോപിച്ചു വരും. അപ്പൊ നയോനയ എന്നാവും. മാർഗോ നേയോ നയോനയ മാർഗോ നേയോ നയോനയ. മാർഗോ നേയോ നയോനയ. പിന്നത്തെ ഇത് വീര ശക്തിമതാം ശ്രേഷ്ഠ. ഇവിടെ വീരശക്തിമതാന്ന് കൂട്ടിയിട്ട് ചെല്ലാം. വീരശക്തിമതാം ശ്രേഷ്ഠ എന്നുള്ളത് ശ്രേഷ്ഠോ എന്നാവുകയാണ് ചെയ്യാം. അപ്പം വീരശക്തിമതാം ശ്രേഷ്ഠോ വീരശക്തിമതാം ശ്രേഷ്ഠോ വീരശക്തിമതാം ശ്രേഷ്ഠോ. പിന്നെ ധർമ്മ എന്നുള്ളത് ധർമ്മോ എന്നാവും. പിന്നെ ധർമ്മവിദുത്തമ ഒറ്റപ്പദം. ധർമ്മോ ധർമ്മവിദുത്തമ. ധർമ്മോ ധർമ്മവിദുത്തമ. ധർമ്മോ ധർമ്മവിദുത്തമ. രാമോ വിരാമോ വിരതോ മാർഗോ നേയോനയോനയ. വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ.
രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ എന്നൊരു ചൊല്ലാം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ. വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. ഇനി ഓരോന്നിനായിട്ട് അർത്ഥം നോക്കാം. ആദ്യം രാമ എന്നാണ്. രാമ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. രാമൻ, രമിപ്പിക്കുന്നവനാണ് രാമൻ. രാമ, രമിപ്പിക്കുന്നവൻ, മറ്റുള്ളവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. സ്വയം സന്തോഷം ഉള്ളവർക്ക് മാത്രമല്ലേ മറ്റുള്ളവരെ രമിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സ്വയം ആനന്ദിക്കും, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കും, അങ്ങനെയുള്ള ആൾ. പിന്നെ വിരാമ. വിരാമ എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയ അർത്ഥം. അത് തന്നെ, അവസാനം, എല്ലാത്തിൻ്റെയും അവസാനം. അവസാനം എവിടെയാ ചെന്നെത്തുക, അത് തന്നെ. പിന്നെ വേറൊന്നുണ്ട്, ആരായാലും ശരി അവരൊക്കെ അഹങ്കരിക്കും പല കാര്യങ്ങളിലും. ഞാനാണ് ശക്തൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കും. ആ എത്ര ശക്തനായാലും ശരി, ഈ ഒരാളുടെ അടുത്തെത്തുന്ന സമയത്ത് അതിന് വിരാമായി. കാരണം എന്താ വെച്ചാൽ അതിലും വലിയ ശക്തിയാണ്. അപ്പൊ ഇനി ശക്തൻ എന്ന് പറയാൻ സാധിക്കില്ല, അതിൻ്റെയും വിരാമായി. ഏതിനായാലും ശരി, ശക്തിയുടെ കാര്യത്തിലായാലും ശരി, ബുദ്ധിയുടെ കാര്യത്തിലായാലും, ഞാനാണ് വലിയ ബുദ്ധിമാൻ എന്ന് അഹങ്കരിക്കുന്നവരെല്ലാവരും തോൽപ്പിച്ചു. പക്ഷെ ഭഗവാന്റെ അടുത്ത് എത്തുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനാവില്ല. അപ്പോൾ അതിൻ്റെ അവസാനമായി, വിരാമമായി. അങ്ങനെയൊക്കെയുള്ള വിരാമ. പിന്നെ വിരത എന്നാണ് അടുത്തത്. രാമോ വിരാമോ വിരത. വിരത എന്നുള്ള വാക്കിനർത്ഥം വിരത, രഥ, രഥം, രതിയുള്ളയാളാണ് രഥൻ. വിരതൻ എന്ന് പറഞ്ഞാൽ രതി ഇല്ലാത്തവൻ, ഒന്നിനോടും ആസക്തി ഇല്ലാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് വിരത. പിന്നെ മാർഗ എന്നും നയ. അപ്പൊ മാർഗായ നേയായ, മാർഗായ എന്നൊരു പദം, നയായ, അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് സാധാരണ ചെല്ലാറ്. മാർഗായ നയായ, നേയായ, മാർഗായ നേയായ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ചൊല്ലാറ്. മാർഗായ നേയായ നമ എന്നാണ് ചൊല്ലുക. അപ്പോൾ അവിടെ മാർഗ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. എന്തിൻ്റെ വഴിയാണ്? എല്ലാവർക്കുമുള്ള വഴി, ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ വഴി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ അന്വേഷിക്കുക, അത് വഴിയാണ്. ആ ഭഗവാനെയാണ് അന്വേഷിക്കുക. ഭഗവാനെ അന്വേഷിച്ചാലാണ് നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാൻ കഴിയുക. അതാണ് വഴി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അന്വേഷിക്കപ്പെടുന്ന ആള്, അതാണ് വിരാമ. മാർഗ. നേയ എന്ന് പറഞ്ഞാൽ നയിക്കുന്നയാളാണ് നേയ. എവിടേക്ക്? അവനവനിലേക്ക് നയിക്കുക, അവനവനിലേക്ക് എല്ലാവരെയും ആകർഷിക്കുക. ആ ആളാണ്. അവനവനിലേക്ക് യോജിപ്പിക്കാൻ ശ്രമിക്കുക, വേറൊരു ദിക്കിലേക്കും താല്പര്യമില്ലാത്ത അവസ്ഥ വരിക. കാരണം അതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന, അതാണ് നേയ. മാർഗോ നേയ, മാർഗായ നേയായ എന്നാണ് ചെല്ലാറ് സാധാരണ. ഇപ്പൊ രാമ എന്നുള്ളത് രാമായ എന്ന് ചെല്ലും, വിരാമ എന്നുള്ളത് വിരാമായ എന്ന് ചെല്ലും, വിരത എന്നുള്ളത് വിരതായ എന്ന് ചെല്ലും. പിന്നെ മാർഗായ നേയായ എന്നാണ് ചെല്ലുക, മാർഗായ നേയായ നമ. നയ, അടുത്തത് നയ എന്നാണ്. നയ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ, നയിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. മറ്റേ നേരത്തെ പറഞ്ഞ നേയ എന്നുള്ള വാക്കിന് നയിച്ചു കൊണ്ടുപോകുന്ന എന്നർത്ഥം. മറ്റേത് നയ, തന്നിലേക്ക് ആകർഷിക്കുന്ന. നേയ എന്ന് പറഞ്ഞാൽ നയിച്ചു കൊണ്ടുപോവുക. നയ എന്ന് പറഞ്ഞാൽ അവനവനിലേക്ക് അടുപ്പിക്കുക. പിന്നെ അനയ,
അടുത്തത് ഇതിന്റെ നയ എന്നുള്ളതിന്റെ നേരെ വിപരീതമായിട്ടുള്ള അനയ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചാൽ അനയ അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആത്മാവിനെ ആർക്കും ദൂരെയാക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ആള്, ആത്മാവിനെ അകറ്റാൻ പറ്റാത്ത തരത്തിലുള്ള, ആത്മാവിനെ അകറ്റാൻ സാധിക്കില്ലല്ലോ, ആർക്കും സാധിക്കില്ല. അപ്പൊ അതിപ്പോ ആത്മാവ് തന്നെയാണ്. അപ്പൊ ആത്മാവിനെ അകറ്റാൻ കഴിയാത്ത തരത്തില് ആ ഭഗവാനെ അകറ്റാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അനയ. നയ എന്ന് പറയുമ്പോൾ അവനവനിലേക്ക് നയിക്കുന്നയാള്. മറ്റത് അനയ എന്ന് പറഞ്ഞാൽ അകറ്റാൻ സാധിക്കാത്ത എന്നുള്ള അർത്ഥത്തില്. അവിടെ അനയായ എന്ന് വരും. അനയായ നമ. അർഗോ നെയ്യോ നയോ നയോ അനയ. പിന്നെ വീര എന്നല്ലേ, വീര. വീര എന്നുള്ള വാക്കിന് നമുക്ക് അറിയുന്ന വീരൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. വീരായ എന്ന രൂപം വരും. പിന്നെ ശക്തിമതാം ശ്രേഷ്ഠ. ശ്രേഷ്ഠൻ എന്നുള്ള വാക്കിന് നമുക്കറിയാം ശ്രേഷ്ഠനായിട്ടുള്ള. ശക്തിമതാം ശ്രേഷ്ഠ, ശക്തിമാൻ, ശക്തിയുള്ള ആളാണ് ശക്തിമാൻ. ശക്തിമതാം, ശക്തിമാന്മാരിൽ. ശക്തിമതാം എന്ന് പറയുമ്പോൾ ഷഷ്ഠി ബഹുവചനാണ്. ശക്തിമാന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആള്. അപ്പോൾ അത് ഏറ്റവും ശക്തിയുള്ള ആള് എന്നുള്ള അർത്ഥമാണ്. ശക്തന്മാരിൽ ഏറ്റവും വലിയ ആള്. ശക്തിമതാം ശ്രേഷ്ഠ. ശക്തിമതാം ശ്രേഷ്ഠായ എന്ന് കിട്ടും. ശക്തിമതാം ശ്രേഷ്ഠായ നമ എന്ന്. അടുത്തത് ധർമ്മ. ധർമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മം തന്നെ, പുണ്യമായിട്ടുള്ള അവതാരം, ധർമ്മമായിട്ടുള്ള അവതാരം. ധർമായ എന്ന് രൂപം. ധർമായ നമ. പിന്നെ ധർമ്മവിത് ഉത്തമ. ധർമ്മവിത് ഉത്തമ. ധർമ്മവിത്ത് എന്ന് പറഞ്ഞാല് ധർമ്മത്തെ അറിയുന്നയാളാണ് ധർമ്മവിത്ത്. ധർമ്മബോധം ഉള്ള ആൾക്കാരാണ് ധർമ്മവിത്ത്. അവരിൽ ഉത്തമ, അവരിൽ പ്രധാനിയായിട്ടുള്ള ആൾ. ധർമ്മവിദുത്തമ, ധർമ്മവിത്ത് ആയിട്ടുള്ള ആൾക്കാരിൽ വെച്ച് ഉത്തമ, അതാണ് ധർമ്മവിദുത്തമ. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. അങ്ങനെ 43-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് ഇനി അടുത്തത് 44-ാമത്തെ ചതുശ്ചത്വാരിംശത്തമം ശ്ലോകം പഠാമ. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പൃഥു ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപ്ത വായു അധോക്ഷജ. വൈകുണ്ഠ പുരുഷ പ്രാണ, അതൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ്. വൈകുണ്ഠ പുരുഷ പ്രാണ. വൈകുണ്ഠ പുരുഷ പ്രാണ. വൈകുണ്ഠ പുരുഷ പ്രാണ. പ്രാണദ പ്രണവ പൃഥു. പ്രാണദ പ്രണവ പൃഥു. പ്രാണദ പ്രണവ പൃഥു. പിന്നെ ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപ്ത. അവിടെ ശത്രുഘ്ന എന്നുള്ളത് ശത്രുഘ്നോ എന്നാവും. പിന്നെ ഹിരണ്യഗർഭ ശത്രുഘ്ന കൂടി വരുമ്പോൾ ഹിരണ്യഗർഭ ശത്രുഘ്നോ എന്നാവും. പിന്നെ വ്യാപ്ത എന്നുള്ളത് വ്യാപ്തോ എന്നാവും. ഹിരണ്യഗർഭ ശത്രുഘ്നോ ഹിരണ്യഗർഭ ശത്രുഘ്നോ ഹിരണ്യഗർഭ ശത്രുഘ്നോ. പിന്നെ വ്യാപ്ത എന്നുള്ളത് വ്യാപ്തോ എന്നായി എന്ന് പറഞ്ഞു. വായു. അടുത്തത് അധോക്ഷജ.
അവിടെ കൂടി വരുന്ന സമയത്ത് വായു എന്ന വിസർഗം ര് എന്നായിട്ട് വായുര് അധോക്ഷജ, വായുരധോക്ഷജ എന്നാവും. വ്യാപ്തോ വായുരധോക്ഷജ, വ്യാപ്തോ വായുരധോക്ഷജ. വ്യാപ്തോ വായുരധോക്ഷജ. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പൃഥു. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പൃഥു. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പൃഥു. ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷജ. ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷജ. ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷജ. അർത്ഥം നമുക്ക് നോക്കാം. ആദ്യത്തത് വൈകുണ്ഠ. വൈകുണ്ഠ, കുണ്ഠം, കുണ്ഠിതം. ഇപ്പൊ ബുദ്ധിമുട്ടുകള്, തടസ്സങ്ങൾ എന്നൊക്കെ അർത്ഥം. ആ തടസ്സങ്ങള് വൈ എന്നാണ് ചോദ്യം. എന്തിന്? തടസ്സങ്ങളില്ല എന്നർത്ഥം. തടസ്സങ്ങളൊക്കെ ഇല്ലാത്തയാള്, തടസ്സങ്ങളൊക്കെ നീക്കുന്നവൻ എന്നർത്ഥം. വൈകുണ്ഠ, അത് വൈകുണ്ഠായ എന്നാണ് വരിക. വൈകുണ്ഠായ നമ. പിന്നെ അടുത്തത് പുരുഷ. പുരുഷൻ എന്നുള്ള വാക്കിന് രണ്ടു തരത്തിൽ പറയാം. ഈ പുരുഷനും ശിവൻ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ പുരുഷൻ എന്നാണ് അതിന് പറയാ. പുരുഷൻ, പുരുഷൻ പ്രാണൻ എന്നൊക്കെയാണ് പറയാ. ശക്തി ശിവൻ എന്നൊക്കെ പറയുന്നതിന്റെ പോലെ പുരുഷനും പ്രാണനും ഒക്കെയാണ് ആയിട്ടാ വരിക. അപ്പൊ അതിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ. പിന്നെ വേറൊരർത്ഥം പുരുഷൻ എന്ന് പറഞ്ഞാൽ ശുദ്ധത്തെ ശുദ്ധീകരിക്കുന്നയാള് എന്നൊരർത്ഥവും കൂടി പുരുഷൻ എന്നുള്ള വാക്കിന് ഉണ്ട്. ശുദ്ധീകരിക്കുന്നയാള് ശരിക്കും അങ്ങനെയാണല്ലോ. ഈ ശക്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന് മുഴുവൻ, അല്ലെങ്കിൽ പ്രാണൻ കൊണ്ടുണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അവസാനം തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് ശുദ്ധീകരിച്ച് പിന്നെയും പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ അങ്ങനെ ശുദ്ധീകരിക്കുന്നയാള് എന്നൊരർത്ഥമുണ്ട് പുരുഷ. പുരുഷായ എന്ന രൂപം, പുരുഷായ നമ. പിന്നെ പ്രാണ. പ്രാണ എന്നുള്ള വാക്കിന് പ്രാണൻ, ജീവവായു, ജീവശ്വാസം എന്നൊക്കെ അർത്ഥം. അപ്പൊ പ്രാണ എന്നുള്ളത് പ്രാണായ എന്ന രൂപം കിട്ടും. പ്രാണായ നമ. അടുത്തത് പുരുഷ പ്രാണ. പ്രാണദ. പ്രാണദ, പ്രാണനെ ദദാതി. പ്രാണൻ ദദാതി ഇത് പ്രാണദ. പ്രാണനെ കൊടുക്കുന്നയാളാണ് പ്രാണദൻ. അപ്പൊ ജീവനെ കൊടുക്കുന്ന, ജീവവായുവിനെ കൊടുക്കുന്നയാളാണ് പ്രാണദൻ, പ്രാണദ. വൈകുണ്ഠ പുരുഷ പ്രാണ. അപ്പൊ പ്രാണദ എന്ന് പറയുമ്പോൾ പ്രാണദായ എന്ന് കിട്ടും. പ്രാണദായ നമ. വൈകുണ്ഠ പുരുഷ പ്രാണ. പ്രാണദ, പ്രണവ. പ്രണവ എന്നാണ്. പ്രണവ എന്നുള്ള വാക്കിനർത്ഥം പ്രണവ. നവം എന്ന് പറഞ്ഞാൽ പുതിയതാണല്ലോ. നവ, നവം, പ്രണവ. അതായത് എപ്പോഴും പുതിയത്, എപ്പോഴും പുതിയത് ആയിട്ടുള്ള ആളാണ് പ്രണവ. പ്രണവത്തിന്റെ അർത്ഥം അതാണ്. പ്രണവ എപ്പോഴും പുതിയതാണ്, അതിന് പഴക്കമില്ല എന്നർത്ഥം. എപ്പോഴും പുതിയത് തന്നെയാണ്. അങ്ങനെയുള്ള ആളാണ് പ്രണവ. പ്രണവ.
അതായത് പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ഭഗവാൻ എന്നുള്ളത് എപ്പോഴും പുതിയതായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. അതാണ് പ്രണവ. പ്രാണത, പ്രണവ, പൃഥു. പൃഥു എന്നുള്ളത് ഈ ഭൂമിയായിട്ടൊക്കെ ബന്ധമുണ്ട്. ഏതായാലും പിന്നെ പൃഥു എന്നുള്ളൊരു ചക്രവർത്തി ഉണ്ടായിട്ടുണ്ട്. ഈ ഭഗവാന്റെ അവതാരമായിട്ട് പൃഥു ചക്രവർത്തി ഉണ്ടായിട്ടുണ്ട്. ആ പൃഥു എന്നുള്ള രാജാവ് പത്നി സമേതനായിട്ട് ആണ് അവതരിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഏതായാലും പൃഥു എന്നുള്ള രാജാവ് ഉണ്ടായത് കൊണ്ട് അത് ഭഗവാന്റെ അവതാരം തന്നെയാണ്. അങ്ങനെ ഒരർത്ഥത്തിൽ പൃഥു എന്ന് എടുക്കാം. പൃഥു എന്നുള്ളത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പോൾ പൃഥു, ഗുരു എന്നുള്ളത് ഗുരവേ എന്നായതുപോലെ പൃഥു എന്നുള്ളത് പൃഥവേ എന്നാണ് രൂപം കിട്ടുക. പൃഥവേ നമ. പ്രണവ, പൃഥു. ഹിരണ്യഗർഭ. അടുത്തത് ഹിരണ്യഗർഭ. ഹിരണ്യഗർഭ, ഹിരണ്യഗർഭ. അപ്പൊ ഹിരണ്യഗർഭൻ എന്നുള്ള വാക്കിന് ഹിരണ്യത്തെ ഗർഭം ആയിട്ടുള്ള, അത് ഈ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, അതിൻ്റെ അകത്ത് ഗർഭം ധരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാല് ഈ സ്വർണത്തിൽ ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, സ്വർണം കാണുമ്പോൾ ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ സന്തോഷത്തെ ഉണ്ടാക്കും. ഹിരണ്യമായിട്ടുള്ള ഒരു ഗർഭത്തെ ഉണ്ടാവും. സന്തോഷമായിട്ടുള്ള, മനസ്സിന് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള, മനസ്സിന് സന്തോഷമായിട്ടുള്ള, മനസ്സിന് ആനന്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രൂപത്തെ ഉണ്ടായി മാറും. അപ്പോൾ മനസ്സിനെ സന്തോഷിപ്പിക്കും. അപ്പൊ ഹൃദയത്തിനെ, എല്ലാവരുടെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തില് ഹിരണ്യഗർഭ. പിന്നെ ഹിരണ്യഗർഭ. ശത്രുഘ്ന. ശത്രുഘ്ന, ശത്രുവിൻ ഘ്നന്തി ഇത് ശത്രുഘ്ന. ശത്രുക്കളെ കൊല്ലുന്നയാള്. ശത്രുക്കളായിട്ടുള്ളവരെയൊക്കെ കൊല്ലും. ശത്രുക്കളായിട്ടുള്ളവരെ കൊല്ലുന്ന പറഞ്ഞാൽ ഏത് തരത്തിലുള്ള വധുവാവാം. അസുരന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്. ശത്രുത ഉണ്ടാവില്ല എന്നർത്ഥം. അതിനെ കൊല്ലുന്നതാവാം. ഏതായാലും ശത്രുഘ്ന, ശത്രുവിനെ ഹനിക്കുന്നയാൾ ശത്രുഘ്ന. ശത്രുഘ്ന അകാരാന്താണ്. ശത്രുഘ്നായ എന്ന രൂപം. ശത്രുഘ്നായ നമ. ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപത. വ്യാപതൻ. വ്യാപതൻ എന്നുള്ള വാക്കിന് നമ്മൾ മലയാളത്തിൽ തന്നെ നമുക്കറിയാം. വ്യാപ്തമായി, വ്യാപിച്ച എന്നൊക്കെ അർത്ഥം. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന എന്നർത്ഥം. എല്ലാ ദിക്കിലും വ്യാപരിച്ചിരിക്കുന്ന, എല്ലാ ദിക്കിലും വ്യാപ്തിയോടുകൂടിയ എന്നർത്ഥം. അങ്ങനെ നിറഞ്ഞയാള്, എല്ലാ ദിക്കിലും നിറഞ്ഞവൻ എന്നർത്ഥം. വ്യാപ്ത അകാരാന്താണ്. വ്യാപ്തായ, വ്യാപ്തായ നമ എന്ന് രൂപം കിട്ടും. പിന്നെ വായു. വായു എന്ന് പറഞ്ഞ വായുവിന്റെ പ്രത്യേകത സഞ്ചാരമാണ്. അപ്പൊ സഞ്ചരിക്കുന്നയാളാണ് വായു. അപ്പോ എല്ലാവരുടെയും അടുത്തേക്ക് എത്തിപ്പെടുന്നയാള് എന്നർത്ഥം. ഭക്തന്മാരുടെ അടുത്തേക്ക്, എല്ലാവരുടെയും അല്ല, ഭക്തന്മാരുടെ അടുത്തേക്ക് നീങ്ങുന്നയാള്, എത്തിപ്പെടുന്നയാള് എന്നർത്ഥം. അങ്ങനെയാണ് വായു. അത് ഉകാരാന്താണ്. വായു, വായവേ എന്നാണ് രൂപം കിട്ടുക. വായവേ നമ. അടുത്തത് അധോക്ഷജ. അധോക്ഷജ, അതായത് താഴേക്ക് പോവാതെ ആള്, അതായത് അധോഗതി ഇല്ലാത്തയാള്, നശിക്കാത്തയാള്, ക്ഷയിക്കാത്തവൻ എന്നൊക്കെ അർത്ഥം. അധോക്ഷജ, നാശമില്ലാത്തവൻ, നശിക്കാത്തയാള്. അധോക്ഷജ അകാരാന്താണ്. അധോക്ഷജായ, അധോക്ഷജായ നമ എന്ന് രൂപം കിട്ടും. പിന്നെ അപ്പോഴ് വൈകുണ്ഠ, പുരുഷ, പ്രാണ, പ്രാണത, പ്രണവ, പൃഥു, ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷജ. ഇനി നമുക്ക് ഈ ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവ പൃഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷജ.
അപ്പോൾ നമുക്ക് ഇന്ന് ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് മതിയാക്കാം. ഇന്ന് മതിയാക്കാം. ഇനി അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ചൊല്ലാം.